ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വിവാഹം എന്നുള്ള ദൈവപദ്ധതിക്ക് അനുസരണം കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെളിച്ചത്തിൽ, പ്രതിസന്ധികളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്താണ് വിവാഹം എന്നുള്ള ദൈവപദ്ധതി? ദൈവവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 26, 28 തിരുവചനങ്ങളിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ദൈവം തന്റെ അനുഗ്രഹം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ അവർക്ക് നൽകിയെന്നുള്ള 3 തിരുവചന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 3 വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മൾ പഠന വിഷയത്തിനെടുക്കുക. ദൈവം തന്റെ ഛായയും സദൃശ്യവും നൽകി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത വിശേഷണമാണ് തിരുവചനം മനുഷ്യൻ നൽകുക. ദൈവത്തിന്റെ ഛായയിൽ. സഹോദരരുടെ, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ 1-ാം ലേഖനത്തിന് 4:16 നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഛായ സ്നേഹമാണെന്നുള്ള വലിയ ഉൾക്കാഴ്ചയാണ് പുതിയ നിയമം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വായിക്കുന്നത് പുതിയ നിയമത്തില് ദൈവം തന്റെ പുത്രനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും സ്നേഹത്തിൽ ആകാനും ഉള്ളൊരു വിളിയുണ്ട്. സൃഷ്ടിയിലൂടെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ സദൃശ്യം വളരെ വ്യക്തമാണ്. ദൈവത്തിൽ കൂട്ടായ്മ എന്നുള്ള സദൃശ്യം ഉണ്ടെന്ന്. അതായത് ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കുമെന്നൊക്കെ പറഞ്ഞ് ഈശോ പഠിപ്പിക്കുമ്പോൾ, അവൻ എനിക്കുള്ള വീരിനെ സ്വീകരിച്ച് നിങ്ങളെ പഠിപ്പിക്കുമെന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവിക കൂട്ടായ്മയായ പരിശുദ്ധ ത്രിത്വത്തെയാണ് ഈശോ വെളിപ്പെടുത്തുക. അത് ഈശോയുടെ മാമോദീസ വേളയിലും അതുപോലെ പന്തക്കുസ്തായിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം ഒരു കൂട്ടായ്മയാണെന്ന്. അപ്പോൾ ഓരോ മനുഷ്യനും സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കാനുള്ള വിളിയുണ്ട്. ആ കൂട്ടായ്മയിലും സ്നേഹത്തിലും ആയിരിക്കാനുള്ള വിളി ഏറ്റവും മനോഹരമായി ഈ ലോകത്തിൽ ഒരു പുരുഷനും സ്ത്രീയുമായി, അല്ലെങ്കിൽ മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും പൂർണ്ണതയിൽ പരസ്പര പൂരകങ്ങളായി നിർവഹിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് വിവാഹ ഉദാശയിലൂടെ ഓരോ വ്യക്തിയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ദൈവപദ്ധതി മനോഹരമായിട്ട് ജീവിക്കുന്നവര് ദൈവത്തിന്റെ ഏറ്റവും വലിയ അഭിഷേകം, അനുഗ്രഹം, അതായത് ആ വചനത്തിന്റെ അഭിഷേകം കൊടുത്തിരിക്കുന്നതാണ്. ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും ജീവിക്കുന്നവർക്ക് ആകാശത്തിലെ പക്ഷികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കും, കരയിലെ സകല ചരാചരങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കും, കടലിലെ മുഴുവൻ മത്സ്യങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്ന ഓരോ മനുഷ്യനും സൃഷ്ടവസ്തുക്കൾ ശുശ്രൂഷ ചെയ്യുമെന്ന് ആധിപത്യം ഉണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ടവരിപ്പം മനോഹരമായ വിവാഹ ജീവിതം ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയെയും പ്രകൃതി സംരക്ഷിക്കും, ശുശ്രൂഷിക്കും. ആ ഒരു വലിയ അഭിഷേകം ജീവദായകനും ജീവന്റെ ഉറവിടവുമായ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും പ്രത്യേകമായി വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സമൃദ്ധമായി നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.